എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് കേട്ടോ. പ്രധാനപ്പെട്ട ദിവസം എന്നൊക്കെ പറയുമ്പം നമ്മുടെ കുഞ്ഞി പെണ്ണിൻ്റെ മാമോദീസയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ലെറ്റ്സ് ഡോക്യുമെൻ്റ് ഇറ്റ് എന്ന്. കാരണം അവളുടെ ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും പ്രഷ്യസ് മൊമെൻറ്റ്സാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ ലൈറ്റ് ഇങ്ങോട്ടല്ലേ. അപ്പം പ്രഷ്യസ് മൊമെൻറ്റ്സാണ് അവളുടെ ജീവിതത്തിൽ നടക്കുന്നത്. സോ ഞാൻ അതിൻ്റെ ബിറ്റ്സ് ആൻഡ് പീസസ് കാണിക്കാം എന്ന് വിചാരിച്ചു. ആൻഡ് ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം എന്താ പറയുക, ഈ കുഞ്ഞു പിള്ളേരുടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്യുമെൻ്റ് ചെയ്യാൻ ഭയങ്കര ഇതാണല്ലോ. കാരണം അവർ പിന്നെ വളർന്നു കഴിഞ്ഞ് ഇതൊക്കെ കാണുമ്പോൾ എന്ത് രസമായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ഒന്നും ഫോട്ടോസ് അല്ലാതെ വേറെ ഒന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം വളർന്നു കഴിഞ്ഞ് ഈ വീഡിയോ കാണുമ്പോൾ ഇതൊക്കെയാണ് അല്ലേ എൻ്റെ ബാപ്റ്റിസത്തിൽ നടന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര, എനിക്കെന്താണെന്നറിയില്ല, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഞാൻ എന്താ റെഡി ആവാൻ പോവാണ്. 9 മണിക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകും. അവിടെ നിന്ന് പിന്നെ പള്ളിയിലോട്ട്. അങ്ങനെ അപ്പോൾ പോയി റെഡി ആവട്ടെ. അതിപ്പോൾ സമയം 8 മണി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനിയിപ്പോൾ നേരെ ഡ്രസ്സ് മാറണം. എന്നിട്ട് മുടി ഒന്ന് വീണ്ടും വലിച്ചിടണം. ഇതൊന്നും കണ്ടോ, ഇന്നലെ കുറേ പണിയെടുത്ത കാരണം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു വിയർക്കാൻ പാടില്ല, കാറ്റടിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇതൊരു ദിവസത്തേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നു. പക്ഷേ ഇന്നലെ കുറേ അധികം പണിയെടുത്തു. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഒന്ന് വലിച്ച് നീട്ടണം. മുടി വലിച്ച് നീട്ടിയിട്ട് കണ്ടോ, ഇവിടെ കണ്ടോ, വലിച്ച് നീട്ടിയിട്ട് ഡ്രസ്സ് മാറിയിട്ട് ഞാൻ വരാം. എൻ്റെ ഡ്രസ്സ് ലൈറ്റ് പിങ്കാണ് കേട്ടോ. ലൈറ്റ് പിങ്ക് എന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് പിങ്കിൽ ഒരു ജോർജറ്റ്, നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ജോർജറ്റ് തുണിയിൽ ചിക്കൻ കാരിയും ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സ് മാറി മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം. ഫാൻ കാരണം കേക്കോ ഇല്ലയോ എന്നറിയില്ല, ഒരു കരകരപ്പ് എന്തായാലും ഉണ്ടാവും. പക്ഷെ എന്നാലും ഡ്രസ്സ് മാറി മേക്കപ്പിനും മുടി ഹെയർ സ്റ്റൈലിങ്ങിനൊന്നും ഞാൻ എവിടെയും പോകുന്നില്ല. കാരണം ബാപ്റ്റിസാണല്ലോ. പിന്നെ അതുമല്ല, അത്രയും ഓവറാക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, എനിക്ക് ഹെയർ സ്റ്റൈലിംഗ് ഒന്നും അറിയില്ല, വെറുതെ ഇങ്ങനെ ചീവി ഒന്ന് ഇടാമെന്നാണ് എൻ്റെ പ്ലാൻ. നന്നാവുമായിരിക്കും, അറിയില്ല. ടെൻഷൻ എനിക്കറിയില്ല. എൻ്റെ ദൈവം, എന്തിനാ ഞാൻ ടെൻഷൻ അടിക്കണേന്ന്. MC പോലും എനിക്ക് ഇന്നലെ മര്യാദയ്ക്ക് ഉറങ്ങുന്നതിന് മുന്നേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ 1 മണി വരെ ഇരുന്നിട്ട് പകുതി തീർത്തിട്ടാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഉറക്കക്ഷീണമുണ്ട്. എല്ലാം കൊണ്ടും ഒരു ആകെ മൊത്തം എന്താണെന്നറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് കണ്ണെഴുതണം, പൊട്ട് കുത്തണം, ലിപ്സ്റ്റിക്ക് ഇടണം, പിന്നെ മുടി ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. വേറെ ഒന്നുമില്ല, എൻ്റെ കഴിഞ്ഞു. പിന്നെ വാവയുടെ ഡ്രസ്സ് എല്ലാം ഒന്ന് റെഡിയാക്കണം. പിന്നെ ആ ബാസ്ക്കറ്റ് അതും ഒന്ന് റെഡിയാക്കണം. കൃത്യം 9 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതായിരിക്കും. അതിന് മുന്നേ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് കേട്ടോ എല്ലാം. വലിയ കാര്യത്തിൽ ഞാൻ സെൽഫി സ്റ്റിക്കൊക്കെ മേടിച്ചു. പക്ഷേ ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുപോയി, അത് ഞാൻ മറന്നു വെച്ചു. ഞാൻ കൊണ്ടുപോയപ്പോൾ ഞാൻ വിചാരിച്ചതാണ് ഈ ആഴ്ച അത് കൊണ്ടുപോകണ്ട, അടുത്ത ആഴ്ച കൊണ്ടുപോയാൽ മതി. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിനോടുള്ള വാശി കാരണം ഞാൻ മറക്കില്ല എന്ന് വിചാരിച്ചതുകൊണ്ട് കൊണ്ടുപോയതാണ്. ഞാൻ മറന്നുപോയി. എനിവേസ് അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതാലോചിച്ച് നിന്നിട്ട് നമുക്ക് ടെൻഷൻ അടിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ മേക്കപ്പൊന്നും ഇടാറില്ല. ഞാനിപ്പം ഒന്ന് മേടിച്ചേക്കുന്ന ഒരു സംഭവമാണ് ഇത്. കയ്യിൽ തേക്കാനുള്ളതാണെന്ന് തോന്നുന്നത്. ഞാൻ ഫേസിൽ തേക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ സെൻസിറ്റീവ് സ്കിന്നിന് കുഴപ്പമില്ല, പക്ഷെ എന്നാലും ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എനിക്കിന്നുള്ള ടെസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ടിപ്പോൾ ഞാൻ അതായത് വലിയ പരീക്ഷണങ്ങൾക്കൊന്നും ഞാൻ നിൽക്കുന്നില്ല.
അതെ, വലിയ പരീക്ഷണങ്ങൾക്ക് ഇപ്പോൾ നിൽക്കാൻ തീരെ സമയമില്ലാത്തതുകൊണ്ട് എനിക്കറിയാവുന്ന കുറച്ച് ടച്ചപ്പൊക്കെ ചെയ്ത് വേഗം ഇറങ്ങാൻ നോക്കട്ടെ. അല്ലെങ്കിൽ അറിയാലോ, അമ്മയുടെ ടോൺ ചെറുതായി ഒന്ന് മാറാൻ തുടങ്ങും. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് പറഞ്ഞ പോലെ വേഗം റെഡിയായി വാവയുടെ ബാസ്ക്കറ്റും കൂടെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അതും കൂടെ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് വേഗം ഇറങ്ങാൻ നോക്കാം കേട്ടോ. ആസ് യൂഷ്വൽ എനിക്ക് മുടി കെട്ടാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ ഞാൻ. അപ്പോൾ ഒരു സൈഡിൽ ക്ലിപ്പും കുത്തി, അടുത്ത സൈഡിലും ക്ലിപ്പും കുത്തി, മിഡിൽ ഒരു കുഞ്ഞ് ക്ലച്ച് ക്ലിപ്പും വെച്ച് നമുക്ക് ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്യാം. എനിക്കൊരു പേടിയുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സിൽ കുറച്ച് ഓൾഡ് ഫാഷനായി പോവോ എന്ന് ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ കണ്ണൊക്കെ എഴുതി ഇങ്ങനെ ഒരുങ്ങി നിന്നപ്പം I like my dress. Anyways, അപ്പോൾ പോട്ടെ. കൃത്യം 8:45 ഞാൻ റെഡി ആയി കഴിഞ്ഞു. സൈഡിലുള്ള അല്ലല്ല, ഇത് ഭയങ്കര എക്സ്പെൻസീവ്. അപ്പൊ ഇവിടുങ്ങൾ ഓക്കെ, താങ്ക് യു. പെനാൽറ്റിയാ ഹാഫ് ടൈം ഓഫ് എക്സ്ട്രാ കൊട്ട എടുക്കാം. ഇത് ആ കവർ എടുക്കും. പിങ്ക് പിങ്ക് കണ്ട, പിങ്ക് പിങ്ക്. അവിടെ നിന്ന് അടുത്ത കോളും എത്തിയിട്ടോ. എവിടെ എത്തി, ഇറങ്ങിയോ എന്ന് ചോദിച്ചിട്ട്. കാരണം നമ്മൾ വന്നിട്ട് വേണം ഫോട്ടോഗ്രാഫേഴ്സിന് ബാസ്ക്കറ്റ് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ. സമയം കളയണ്ട, നമുക്ക് വേഗം ഇറങ്ങാം. കുട്ടി വാവേനെയും കൊണ്ടുവരാട്ടോ. ഓക്കെ. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോടും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വീടിനോടും പിന്നെ ബെല്ലോടും ഞങ്ങളിങ്ങനെ പറയായിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പം കുഞ്ഞു വാവയായിട്ടായിരിക്കും വരിക. അപ്പം 2 കൈ നീട്ടി ഞങ്ങളെ സ്വീകരിക്കണം, ഹാപ്പി ആയിട്ട് വെൽക്കം ചെയ്യുക എന്നുള്ളത് ഞങ്ങളങ്ങനെ പറഞ്ഞ് നേരെ കാറിൽ കയറി വേഗം ചേച്ചിയുടെ അവിടേക്ക് ഇറങ്ങുന്ന സമയത്താണ് ചേട്ടൻ പറഞ്ഞത് എനിക്കൊരു കുഞ്ഞു സാധനം കൂടെ മേടിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഞാനൊരു പൂ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞത്. സ്പെഷ്യാലിറ്റി പറയണ്ടല്ലോ, ഇന്നേ ദിവസം കഴിഞ്ഞ വർഷം അവരുടെ വെഡ്ഡിങ് ദിവസമായിരുന്നു. അതായത് ഇന്നത്തേക്ക് അവരുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയാണ്. അപ്പം അത്രയും ഹാപ്പിനെസ്സോട് കൂടിയിട്ടാണ് ഇന്നത്തെ ബാപ്റ്റിസവും അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും എല്ലാം കൂടെ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചേച്ചിക്കൊരു കുഞ്ഞു സർപ്രൈസായിട്ടാണ് ഞങ്ങൾ നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് ഞങ്ങൾ പോയത്. പപ്പയ്ക്ക് നാണുണ്ടോ ഇങ്ങനെ പറയാനായിട്ട്? ബ്രസീൽ ഫാനായിട്ട് ബ്രസീൽ പോയില്ല, അർജന്റീന പിടിക്കാം. അപ്പൊ വേഗം വായോ. ഞങ്ങള് സോണിയുടെ അവിടേക്കാണ് ഞങ്ങള് പോണത്. ഇപ്പൊ 9:45 അവിടെ നിന്ന് ഇറങ്ങും. നിങ്ങൾ എവിടേക്ക് എത്തണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വായോ. ആ കൊഴപ്പില്ല, വായോ വായോ. വാവറങ്ങ. അയ്യോ ചേച്ചി, ചിപ്പി ചേച്ചി, ചിപ്പി ചേച്ചി. ശരി എന്നാ. സൈഡിൽ അർജന്റീനയുടെ കളി നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഡിസ്കഷനായിരുന്നു കേട്ടോ വീട് എത്തുന്നത് വരെ. അപ്പോൾ അമ്മ പറയായിരുന്നു ഇന്നത്തെ ദിവസം ഈ പോരുവിളി ഒന്ന് മാറ്റി വെച്ച് നമ്മുടെ ഫംഗ്ഷനിലോട്ടൊന്ന് ഫോക്കസ് ചെയ്യാനായിട്ട്. പറഞ്ഞ് വീടെത്തി. പറഞ്ഞ പോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് നമ്മുടെ ബാസ്ക്കറ്റ് നോക്കി ഇരിക്കുകയായിരുന്നു. ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കയ്യിലേക്ക് ബാസ്ക്കറ്റ് പൂർണ്ണമായും ഏൽപ്പിച്ച് ഞാൻ ഒഴിയാന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ കുറച്ചധികം ചേഞ്ചസ് വരുത്താനുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫ് ചേട്ടന്മാരെ പറ്റി പറയാതിരിക്കാൻ വയ്യാട്ടോ. കാരണം നമ്മുടെ വാവകളൊക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും ഈ ഒരു ദിവസം. ലൈറ്റും കുറേ ആൾക്കാരും എല്ലാവരുമായിട്ട് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. പക്ഷെ ആ സമയത്ത് നമ്മുടെ ചേട്ടന്മാർ നല്ല കൺവീനിയൻ്റ് ആയിട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ കംഫർട്ടബിളായിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതേപോലത്തെ ചേട്ടന്മാരാണ് കേട്ടോ ഇവർ. ചിരിക്ക് എങ്ങനെ ചിരിക്കുക? ചിരിക്ക്. രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്തപ്പോഴേക്കും ചെറിയൊരു അനക്കം പുറത്തുനിന്ന് നോക്കിയപ്പോൾ ധാരാ നമ്മുടെ ചേച്ചി പെണ്ണ് വന്നോട്ടോ.
ഇങ്ങനെ ഇരുന്ന് ആലോചിക്കായിരുന്നു ഇവരൊക്കെ എന്ത് പെട്ടെന്നാണ് വളരണേന്ന്. കാരണം 1.5 കൊല്ലം മുന്നേ മാമോദീസ കഴിഞ്ഞ കുട്ടി ഇതാ ഇപ്പോൾ ചേച്ചിപ്പെണ്ണായിട്ട് നിൽക്കുന്നു. അതോടൊപ്പം കുറച്ച് മാസങ്ങൾ മുന്നേ ജനിച്ച കുട്ടി ഇപ്പോൾ ഇതാ മാമോദീസയ്ക്ക് തയ്യാറാവുന്നു. എന്തൊക്കെ മാറ്റങ്ങളാണ് ഓരോ ദിവസം, അതും പെട്ടെന്ന് അല്ലേ. ഇപ്പോൾ ഇതാ ചിപ്പി ആദ്യമായിട്ട് കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആട്ടോ മുഖത്ത്. ഉമ്മ വയ്ക്കുമ്പോൾ വേദന എടുക്കുമോ എന്നൊക്കെ പറഞ്ഞ് അവളുടെ മുഖത്തിൽ നിന്ന് നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ വായിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. വാവയുടെ കുറച്ച് ഫോട്ടോസും അപ്പൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തപ്പോഴേക്കും ദാ എത്തി കൊച്ചിൻ്റെ അമ്മ. അങ്ങനെ ചേച്ചിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫാമിലിയായിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ വേഗം പ്രാർത്ഥന എത്തിച്ചിട്ട് പള്ളിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. കാരണം 10:30-ക്കാണ് കുർബാന. അതിന് മുന്നായിട്ടാണ് നമുക്ക് മാമോദീസയുടെ കുറച്ച് ചടങ്ങുകൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഫോട്ടോഗ്രാഫ് ചേട്ടന്മാരെ പറ്റിയിട്ട്. അവരുടെ പേജ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ. അതാവുമ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യും, ഒരു ഈസി ടു ഗെറ്റ് ഓപ്ഷൻ ആവുമല്ലോ. അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നേരെ ഞങ്ങൾ പള്ളിയിലോട്ട് പോയിട്ടോ. ത്തിന് വേണ്ടി വിശ്വാസം ഏറ്റു പറയുന്നത് തലക്കെട്ടമാണ്. വിശ്വാസത്തിന് നമ്മുടെ പള്ളിയിൽ 10:30 കുർബാനയ്ക്ക് മുൻപാണ് കേട്ടോ മാമോദീസ ചടങ്ങുകൾ. അങ്ങനെ ഓമിക്കുട്ടി ഇന്ന് മാമോദീസയും സ്ഥൈര്യലേപനവും വിശുദ്ധ കുർബാനയും സ്വീകരിച്ച് പള്ളിയിലെ അംഗത്വം സ്ഥാപിച്ചു കേട്ടോ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എലിസബത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസിക്ക് ഇടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പള്ളിയിലെ ചടങ്ങുകളും ഫോട്ടോഗ്രാഫിയും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും കുർബാനയ്ക്കുള്ള സമയമായിട്ടോ. അങ്ങനെ കുർബാനയും കൂടി വാവേനൊന്ന് കംഫർട്ടബിൾ ആക്കാനായിരുന്നു ഞങ്ങളുടെ പിന്നത്തെ പരിശ്രമം. കാരണം അവളൊന്ന് ഉറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹാളിലെത്തുമ്പോഴേക്കും നല്ല ഉഷാറോടെ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ചധികം സമയം അതിൽ പോയതുകൊണ്ട് കുർബാന പെട്ടെന്ന് കഴിഞ്ഞ പോലെ നമുക്ക് തോന്നി. കഴിഞ്ഞ വ്ളോഗിൽ ഒരു പുതിയ സാധനം അമ്മമ്മ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ, അത് ഓഡിയൻസിലേക്ക് സർപ്രൈസായിട്ട് ഞാനിങ്ങനെ കാണിച്ചപ്പം ഒരുപോലെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അത് ഞങ്ങളുടെ ഇടയിൽ ഒരു പുതിയൊരു കോൺസെപ്റ്റ് ആയിരുന്നു ഈ ഒരു ടാഗ് ലൈൻ. കാരണം കുറേ പേർക്ക് ഇതൊരു പുതിയ നെയിം ടാഗ്സ് കിട്ടുന്ന ഒരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ഈ ടാഗ് വെച്ച് നമുക്ക് പറ്റി. അങ്ങനെ എല്ലാവരിലും ഒരുപോലെ ഈ പറഞ്ഞ പോലെ ഹിറ്റായ ഒരു സംഭവമാണ് ഈ ഒരു ബാഡ്ജ്. ഇനിയൊന്നും സംസാരിച്ചു ഞാൻ ആലോചിച്ചിട്ട് വരാം. പക്ഷെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ടേപ്പുണ്ടോ ജോസഫ് നീ ബസ്സും മിണ്ടരുത്. ഞാൻ ഒരാളോട് ചോദിക്കണ ആള് വേറെ ആരും മിണ്ടരുത് കേട്ടോ. അതായത് ഇവിടെ വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. രണ്ടെണ്ണം കൺഫ്യൂഷൻ ഒരു കൊല്ലം മുന്നേ
ഒരു കുഞ്ഞ് സ്പെഷ്യാലിറ്റിയും കൂടെ ഇവിടെ. അടിപൊളി അടിപൊളി അടിപൊളി. ഫോൺ നോക്കിയിരിക്കാം. ഓക്കെ ഗുഡ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഗസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 50-60 താഴെ നിൽക്കുന്ന വളരെ ക്ലോസ് സർക്കിളിൽ മാത്രമുള്ള കുറച്ച് പേര്. ഇവിടെ കാണുന്ന ആൾക്കാരില്ലേ, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അറിയുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ പോയി ഗസ്റ്റിനെ കംഫർട്ടബിൾ ആക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞ് ഇടയിൽ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിപ്പിച്ചു എന്നുള്ളൂ. നമ്മുടെ ബാഡ്ജ് ഹിറ്റാവാനുള്ള മെയിൻ കാരണം ഇതാണ് കേട്ടോ. ഒരു ഇമോഷണൽ വേയിൽ കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു മെസ്സേജാണ് ഈ ടാഗ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതും ഈ പാരൻസ് തന്നെ, അതായത് വാവയുടെ പാരൻസ് തന്നെ ഗ്രാൻഡ് പാരൻസിനും മേമയ്ക്കും ആൻറ്റിക്കും വലിയ പപ്പയ്ക്കും വലിയ മമ്മിക്കും ചേച്ചിക്കും എല്ലാവർക്കും ഇത് കുത്തിക്കൊടുക്കുമ്പം ആ ഒരു പുതിയ ടാഗ് ലൈൻ അല്ലെങ്കിൽ പുതിയ ഒരു മെമ്പർഷിപ്പ് കാർഡ് കിട്ടി എന്നുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഇവരുടെ ഓരോരുത്തരുടെയും കണ്ണിൽ എനിക്ക് കാണാൻ പറ്റി. പ്രത്യേകിച്ച് ഞാൻ മേമേനെ വിശേഷിപ്പിച്ചതും അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഹണി വേണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് പറഞ്ഞപ്പോഴേക്കും മേമയുടെ കണ്ണുകൾ ഇങ്ങനെ നിറയാൻ തുടങ്ങി. കാരണം അത്രയും ഡിസേർവിങ് ആണ് മേമ. ഞാൻ എപ്പോഴൊക്കെ വീട്ടിൽ പോയാലും അത്രയും അധികം കെയർ ചെയ്ത് ചേച്ചി ഉറങ്ങിക്കോ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന ഒരു മേമയാണ് സോണി ചേച്ചിയുടെ അനിയത്തി. I think Omi and Chippy is so blessed to have this family. കാരണം അത്രയധികം സ്നേഹിക്കുന്ന, അത്രയധികം ലാളിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ഫാമിലിയിലേക്കാണ് ഇവർ രണ്ടുപേരും വന്നിരിക്കുന്നത്. അത്രയധികം ബ്ലെസ്ഡായിട്ടും ഞങ്ങൾ അത്രയധികം കാത്തിരുന്നും പ്രാർത്ഥിച്ചും നോമ്പ് നോക്കിയും എല്ലാം എന്തോ ഭയങ്കര ബ്ലെസ്ഡായിട്ട് തോന്നി ഈ 2 വാവകളും ഞങ്ങളുടെ ഫാമിലിയിൽ. അത്രയധികം മാറ്റങ്ങൾ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഇവർ രണ്ടുപേരും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ മെയിൻ ചടങ്ങുകളെല്ലാം വൈൻഡപ്പ് ചെയ്ത് കുറച്ചധികം നല്ല ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ വാവേനൊന്ന് ഡ്രസ്സ് മാറ്റിപ്പിച്ചു. ഈ പരിപാടികളുടെ ക്ലിപ്സൊക്കെ എനിക്ക് റോ ആയിട്ട് ഇടണം എന്നുണ്ട്, പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാം ഈ ഒരു വോയിസ് ഓവറിലൂടെ കവർ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് എല്ലാവരെയും അന്ന് നേരിട്ട് പരിചയപ്പെടുത്തണം എന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കംഫർട്ടബിൾ ആവാതെ നമ്മൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതിന് ഒരു നല്ല സമയം നോക്കിയിട്ട് ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ ഈ കാണുന്ന ഫ്രെയിമും അടുത്ത ഫ്രെയിമും എൻ്റെ പപ്പയുടെ അമ്മയുടെയും ഫാമിലിയാണ് കേട്ടോ. ഇനിയും കുറേ അധികം പേര് വരാനുള്ളതുകൊണ്ടാണ് ഞാൻ ആരെയും എടുത്ത് പരിചയപ്പെടുത്താത്തത്. എല്ലാവരും വരുന്ന ദിവസം ഞാൻ ഉറപ്പായിട്ടും കാണിക്കുന്നതായിരിക്കും കേട്ടോ. വാവയുടെ അടുത്ത കരച്ചിലിന് മുന്നേ നമ്മൾ മാക്സിമം ഫോട്ടോസ് എടുത്ത് തീർക്കാണ് കേട്ടോ. തീരെ സമയം ഗ്യാപ്പ് ഇടാണ്ടാണ് നമ്മൾ ഓരോ ഫോട്ടോസും എടുത്ത് തീർക്കണത്. ചിപ്പി ആദ്യം കുറച്ചൊന്ന് ഗ്ലൂമി ആയിരുന്നെങ്കിലും പിന്നെ എല്ലാവരെയും കണ്ടതിന് ശേഷം അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. ഏകദേശം എല്ലാ പരിപാടികളും ഒന്ന് വൈൻഡപ്പ് ആവാറുള്ള സമയമായിട്ടോ. എല്ലാ ഗസ്റ്റുകളും പോയി തുടങ്ങി എല്ലാം കഴിഞ്ഞിട്ടാണ് ഏറ്റവും അവസാനം ഞങ്ങൾ ഫുഡ് കഴിച്ചത്. കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് വിശപ്പായപ്പോഴാണ് ഞങ്ങൾ പോയത്. ഈ കാണുന്ന ഫ്രെയിം ഉണ്ടല്ലോ, ഈ ഒരൊറ്റ ഫ്രെയിമിൽ എല്ലാവരെയും സോണി ചേച്ചി ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഹാളിനോട് ടാറ്റയും ബൈബയും പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു. രാവിലെ ഞാൻ പറഞ്ഞ പോലെ വാവേനെ ഞങ്ങൾ ആദ്യമായിട്ട് വീട്ടിൽ കയറ്റാൻ പോവാണ് കേട്ടോ.
ചായയൊക്കെ കുടിച്ച് ഒന്ന് കംഫർട്ടബിൾ ആയതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ചേട്ടനും ചേച്ചിയും യാത്രയായിട്ടോ. നാളെ രാവിലെ എനിക്ക് ജോലിക്ക് പോകേണ്ടതല്ലേ, അതുകൊണ്ട് ഇന്ന് തന്നെ അവർ പാക്കപ്പായി. ഈ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൽക്കാലത്തേക്ക് ഞാൻ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ.